എറണാകുളം കളമശ്ശേരിയിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിപിടിയിൽ മറയൂർ പോലീസാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കേസെടുത്തതിന് പിന്നാലെ 19-കാരനായ പ്രതി ഒളിവിൽ പോയിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകൾക്ക് നേരെയാണ് അതിക്രമം നടന്നത്. നിതിൻ സേവർ വിവരങ്ങൾ നൽകും. നിതിൻ, എപ്പോഴായിരുന്നു 6 വയസ്സുകാരിക്ക് നേരെ ഉണ്ടായ അതിക്രമം? എങ്ങനെയാണ് പ്രതി പിടിയിലായത്? ഇതിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ കളമശ്ശേരി പോലീസിനൊരു പരാതി ലഭിക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകളെ 19 വയസ്സുകാരനായ സമീപവാസിയായ പ്രതി, കളമശ്ശേരി തന്നെ സ്വദേശിയായ നിരഞ്ജൻ എന്ന യുവാവാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഈ പ്രതി കഴിഞ്ഞ കുറെ നാളുകളായി ഈ 6 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു എന്ന പരാതി കഴിഞ്ഞ ദിവസം കളമശ്ശേരി പോലീസ് ലഭിക്കുന്നത്. ഈ കുട്ടി ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ഈ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് കുട്ടി ഇത്തരത്തിൽ പീഡനത്തിന് വിധേയമായിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നത്. തുടർന്ന് കളമശ്ശേരി പോലീസ് കേസെടുക്കുകയായിരുന്നു. കേസെടുത്തതിന് പിന്നാലെ തന്നെ ഈ നിരഞ്ജൻ എന്ന 19 വയസ്സുകാരനായ യുവാവ് ഒളിവിൽ പോവുകയായിരുന്നു. പിന്നീട് ഇയാളുടെ മൊബൈൽ ഫോൺ ഇന്ന് ഉച്ചയ്ക്ക് ഇടുക്കി മറയൂരിന് സമീപം കാന്തല്ലൂരിൽ വെച്ച് സ്വിച്ച് ഓൺ ആകുകയായിരുന്നു. ഈ മൊബൈലിന്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് മറയൂർ പോലീസിന് ഇത്തരത്തിൽ കളമശ്ശേരി പോലീസ് വിവരം നൽകുകയും മറയൂർ പോലീസ് കാന്തല്ലൂരിൽ നിന്നും ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഏതായാലും കളമശ്ശേരി പോലീസ് മറയൂരിലേക്ക് ഇപ്പോൾ തിരിച്ചിട്ടുണ്ട്. നിലവിൽ മറയൂർ പോലീസ് സ്റ്റേഷനിലാണ് ഇയാൾ ഉള്ളത്. ഇയാളെ കളമശ്ശേരി പോലീസ് മറയൂർ സ്റ്റേഷനിൽ നിന്നും രാത്രിയോട് കൂടി തന്നെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും. പിന്നീട് വിശദമായി തന്നെ ചോദ്യം ചെയ്ത ശേഷം നാളെയായിരിക്കും ഇയാളെ കോടതിയിൽ ഹാജരാക്കുക. ഏതായാലും ഇയാൾ ഈ കുട്ടിയുമായുള്ള 6 വയസ്സുകാരിയായ കുട്ടിയുമായുള്ള സൗഹൃദം മുതലെടുത്താണ് ഇയാൾ ഇത്തരത്തിൽ കുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചിട്ടുള്ളത്. ഇയാളുടെ വീട്ടിൽ വെച്ചും ഈ കുട്ടിയുടെ വീട്ടിൽ വെച്ചും പീഡിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രതിയെ ഇന്ന് രാത്രിയോടുകൂടി തന്നെ കളമശ്ശേരി സ്റ്റേഷനിലേക്ക് എത്തിക്കും. ദിവ്യ.